ഹായ് ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ലിൻഡ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് നമ്മുടെ അഫ്ര എങ്ങനെയാണ് റിന്യൂ ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്സാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും പൊതുവെയുള്ളൊരു ഡൗട്ട്സാണ് അഫ്ര എങ്ങനെ റിന്യൂ ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ സി പി ഡി ഒവേഴ്സ് എങ്ങനെയാണ് നമ്മൾ ആക്കുക, അതേപോലെ ഈ സി പി ഡി ഒവേഴ്സ് നമ്മൾ മസ്റ്റായിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. എസ്പെഷ്യലി എന്നെപ്പോലെ ക്യാപ്പ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ജോലി ഇല്ലാതെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൾറെഡി കിട്ടിയിട്ട് നമ്മുടെ വിസ പ്രോസസ്സിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ കറൻ്റ് വർക്കിംഗ് അല്ലാത്തവർക്കാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വിശദീകരിച്ച് തരാം. അപ്പോൾ നമ്മുടെ അഫ്ര റിന്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റെപ്സൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സമയത്ത് നമ്മൾ കൂടുതൽ പേരും ലാപ്ടോപ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഫോണും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് നമുക്ക് ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ അഫ്ര പോർട്ടലിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു 2 സ്റ്റെപ്സ് ഒതൻറ്റിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു ഗൂഗിൾ ഒത്തൻറ്റിക്കേറ്റർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ ഒത്തൻറ്റിക്കേറ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് തരുവാണെങ്കിൽ, അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ കോഡ് ആക്സസ് ചെയ്യാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനും ഒക്കെ പറ്റും. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷനുള്ള കാര്യമാണ് എങ്ങനെയാണ് ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യാതെ നമ്മൾ സി പി ഡി അവേഴ്സ് ആക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് യൂഷ്വലി 1 ഇയർ റിന്യൂവൽ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 ഇയർ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം 20 അവേഴ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ 20 അവേഴ്സ് സി പി ഡി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്രീ സി പി ഡി അവേഴ്സ് കിട്ടുന്ന ലിങ്കുകളുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതുവഴി കയറിയിട്ട് നിങ്ങൾക്ക് ഈ ഫ്രീ സി പി ഡി അവേഴ്സ് കിട്ടുന്നതാണ്. ആക്ച്വലി അത് മിനിറ്റ്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് 20 അവേഴ്സ് കിട്ടുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സ് നമുക്ക് അതിന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതും വളരെ ഈസിയാണ് ചെയ്യുന്നത്. അത് ഒരു 2 ഡേയ്സ് ഒക്കെ മതിയായിരിക്കും നമുക്ക് കുറേ സി പി ഡി അവേഴ്സ് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ട്സാണ് ഈ സി പി ഡി അവേഴ്സ് നമ്മൾ എവിടെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി നമ്മുടെ അഫ്ര റിന്യൂവൽ പോർട്ടലിൽ നമ്മൾ 20 അവേഴ്സ് സി പി ഡി കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനില്ല. അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ റാൻഡംലി അവർ പലരോടും പിന്നീട് സി പി ഡി അവേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെ വരാറില്ല. പക്ഷേ ഇൻ കേസ് നമ്മളോട് ചോദിച്ചാൽ നമ്മളത് സബ്മിറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. പിന്നെ എല്ലാവർക്കും ഉള്ള മറ്റൊരു ഡൗട്ടാണ് നമുക്കിത് യൂഷ്വലി എത്ര ടൈമാണ് എടുക്കുന്നതെന്നുള്ളത്. അതായത് നമുക്ക് റിന്യൂവൽ ചെയ്തതിന് ശേഷം എത്ര ടൈമിനുള്ളിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് അത് ഡിപ്പെൻസ് ആണ്. അതായത് ഇൻ കേസ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ റാൻഡംലി ആരെങ്കിലും സെലക്ട് ചെയ്ത് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അതിന് ടൈം എടുക്കും. ഇല്ല എല്ലാം ഓക്കെ ആണ്, നമ്മൾ സബ്മിറ്റ് ചെയ്തത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ വിത്തിൻ 2 അവേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ മെയിൽ കിട്ടുന്നതാണ്. ഞാൻ 11:30ക്കാണ് അപ്ലൈ ചെയ്തത്. എനിക്ക് 1:30 ആയപ്പോഴത്തേക്കിന് തന്നെ, അതായത് വിത്തിൻ 2 അവറിൽ തന്നെ എനിക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ മെയിൽ വന്നു, നിങ്ങളുടെ റിന്യൂവൽ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കടന്നാലോ. നമുക്ക് റിന്യൂവൽ ടൈം ആകുമ്പോഴത്തേക്കിന് നമുക്കൊരു റിമൈൻഡർ മെയിൽ അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ മെയിൽ നമുക്ക് വരും. അപ്പം അതിനകത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവും. അതേപോലെ തന്നെ ആക്സസ് ദ അഫ്ര പോർട്ടൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് വരും. നമുക്ക് അതുവഴിയായിട്ട് നമ്മുടെ ന്യൂ അഫ്ര പോർട്ടലിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം നമ്മൾ അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതൊരു പുതിയ അഫ്ര പോർട്ടൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടെയാണ് ഒരു ഗൂഗിൾ ഒത്തൻറ്റിക്കേറ്ററിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമുക്ക് കോഡ് എൻറ്റർ ചെയ്യാനുള്ള വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കോഡ് എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അറ്റ് ദ സെയിം ടൈമിൽ തന്നെ നമുക്ക് മെയിലിൽ ഒരു ലിങ്ക് വരും. ഇതാണ് ഞാൻ പറഞ്ഞ ലിങ്ക്. അപ്പോൾ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു QR കോഡ് വരും. ഇത് നമ്മൾ നമ്മുടെ ഗൂഗിൾ ഒത്തൻറ്റിക്കേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി സ്കാൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് കിട്ടും. ഒരു 6 ഡിജിറ്റ് കോഡായിരിക്കും നമുക്ക് യൂഷ്വലി വരുന്നത്. അത് നമ്മളവിടെ ആ കോഡിൻ്റെ അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഇതാണ് ഗൂഗിൾ ഒത്തൻറ്റിക്കേറ്റർ. ഇത് നമ്മൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഈ QR കോഡാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ കോഡ് കാണിക്കുന്നത്. അത് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പുതിയ അഫ്ര പോർട്ടലിലോട്ട് നമ്മൾ എൻറ്റർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ അഫ്ര പോർട്ടൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്ലൈ ടു റിന്യൂ, ഓപ്റ്റ് നോട്ട് ടു റിന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഓപ്ഷൻ വരും. നമ്മൾ എനിവേ റിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനാൽ നമ്മൾ അപ്ലൈ ടു റിന്യൂ എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് പോവുക.
അതേപോലെ തന്നെ നമ്മൾ ആ പോർട്ടലിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നുള്ളത്, അതായത് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, കോൺടാക്ട് ഡീറ്റെയിൽസ്, അങ്ങനെ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ എങ്ങനെയാണ് റിന്യൂ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ സ്റ്റെപ്സ് കഴിയുമ്പോഴും നമ്മൾ നെക്സ്റ്റ് അടിച്ചാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളൊരു പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റിയിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അത് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കണം. പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസിലാണ്. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ഇട്ടേക്കുന്ന നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തിൽ വരും. അതെല്ലാം ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചെയ്യുക. നെക്സ്റ്റ് ടെലിഫോൺ കോൺടാക്ട്സ് ആണ്. ഇതും അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ്ലി യൂസ് ചെയ്തിരുന്ന ഫോൺ നമ്പറിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് റെസിഡൻഷ്യൽ അഡ്രസ്സാണ്. അതും ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് പ്രാക്ടീസ് അഡ്രസ്സാണ്. ഇത് നമ്മുടെ സെയിം റെസിഡൻഷ്യൽ അഡ്രസ്സ് ആണെങ്കിൽ നമുക്ക് അത് തന്നെ കൊടുക്കാം. ഇല്ല എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാറ്റം വരുത്തി കൊടുക്കുക. അതേപോലെ മെയിലിംഗ് അഡ്രസ്സിനും കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ സെയിം റെസിഡൻഷ്യൽ അഡ്രസ്സ് ആണെങ്കിൽ സെയിം ആസ് മൈ റെസിഡൻഷ്യൽ അഡ്രസ്സ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ചെയ്തിരിക്കുക. കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ക്രിമിനൽ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ഓസ്ട്രേലിയൻ ക്രിമിനൽ ഹിസ്റ്ററിയിൽ, അതായത് ഓസ്ട്രേലിയയിൽ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നവർക്കാണ് അത് കൂടുതലായിട്ട് ഓപ്റ്റ് ആവുന്നത്, നോ എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഓവർസീസ് ക്രിമിനൽ ഹിസ്റ്ററിയിൽ നമ്മുടെ ലാസ്റ്റ് റിന്യൂവലിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, നമുക്ക് യൂഷ്വലി ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസിങ് ഫോർ അറ്റ്ലീസ്റ്റ് 450 അവേഴ്സ് ഓവർ ദി ലാസ്റ്റ് 5 ഇയേഴ്സ് എന്നുള്ളതാണ്. ലാസ്റ്റ് 5 ഇയറിൽ നമ്മൾ 450 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം നമ്മൾ യെസ് എന്ന് കൊടുക്കുക. അടുത്തതായിട്ട് ഡു യു ഹാവ് ആൻ എൻഡോഴ്സ്മെൻറ്റ് ഫോർ ഷെഡ്യൂൾഡ് മെഡിസിൻ ഓർ ആസ് എ നേഴ്സ് പ്രാക്ടീഷണർ എന്നുള്ളതാണ്. നമ്മൾ മെഡിസിനുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ യെസ് എന്ന് വേണം കൊടുക്കാൻ. അടുത്തതായിട്ട് നമ്മുടെ CPD അവേഴ്സാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ അറ്റ്ലീസ്റ്റ് 20 അവേഴ്സാണ് നമ്മൾ ഫോർ 1 ഇയർ റിന്യൂവൽ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളവിടെ യെസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മുടെ ഇൻഷുറൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഹോൾഡിംഗ് ഇൻഷുറൻസ് എന്നുള്ളത്. അതിനകത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ക്ലിയർ ആയിട്ട് നമുക്കതിനകത്തിൽ അവർ ഡിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോട്ട് വർക്കിംഗ് ആണെങ്കിലും അതേപോലെ തന്നെ ഓവർസീസ് നേഴ്സ് ആണെങ്കിലും നമുക്ക് യെസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മെയിൻറ്റെയിൻ കവറേജ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഒരു കാര്യം കൂടെ നമ്മളോട് അവർ അതിനോട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അവിടെയും നമ്മൾ യെസ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇഫ് യുവർ രജിസ്ട്രേഷൻ ഈസ് റിന്യൂഡ് ഡു യു കമ്മിറ്റ് ടു പ്രാക്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് NMBS പ്രൊഫഷണൽ ഇൻഡെമിറ്റി ഓർ ഇൻഷുറൻസ് അറേഞ്ച്മെൻറ്റ്. അതായത് നമ്മുടെ കവറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അവിടെ നമ്മൾ യെസ് എന്ന് പറഞ്ഞ് നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇമ്പയർമെൻ്റ് എന്നുള്ളതാണ്. ഡു യു ഹാവ് എൻ ഇമ്പയർമെൻറ്റ് ദാറ്റ് അഫക്റ്റ് യുവർ കപ്പാസിറ്റി ടു വർക്ക്. അതായത് നമുക്ക് എന്തെങ്കിലും ഡിഫോമിറ്റിയോ ഡിസബിലിറ്റിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യെസ് എന്ന് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി നോ എന്നാണ് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് ഡ്യൂറിങ് യുവർ പ്രിസൈഡിംഗ് പീരീഡ് ഓഫ് രജിസ്ട്രേഷൻ ഹാസ് യുവർ റൈറ്റ് ടു പ്രാക്ടീസ് അറ്റ് ഹോസ്പിറ്റൽ ഓർ അദർ ഫെസിലിറ്റി ബീൻ വിഡ്രോൺ ഓർ റെസ്ട്രിക്റ്റഡ്. അതായത് ഏതെങ്കിലും ഹെൽത്ത് അതോറിറ്റി നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് നമ്മൾ നോ എന്ന് കൊടുക്കണം. അതിനുശേഷം ഡ്യൂറിങ് യുവർ പ്രിസൈഡിംഗ് പീരീഡ് ഓഫ് രജിസ്ട്രേഷൻ ഹാവ് യുവർ ബില്ലിംഗ് പ്രിവിലേജ് ഹാസ് ബീൻ വിഡ്രോൺ ഓർ റെസ്ട്രിക്റ്റഡ്. അവിടെ നമുക്ക് നോ അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഹാവ് യു പ്രീവിയസ്ലി ഡിസ്ക്ലോസ് ടു അഫ്ര. നമ്മൾ അഫ്രയോട് പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ
നമുക്കത് അവിടെ യെസ് എന്ന് കൊടുത്തിട്ട് നമുക്ക് ആ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ നോ. അതേപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് എക്സ്പോഷർ പ്രോൺ പ്രൊസീജിയർ അല്ലെങ്കിൽ EPP എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും എക്സ്പോഷർ പ്രോൺ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ എക്സ്പോഷർ പ്രോൺ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓസ്ട്രേലിയൻ റൂൾ അനുസരിച്ചിട്ട് എവറി 3 ഇയറിൽ നമ്മൾ HBsAg, HIV ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. യൂഷ്വലി നമ്മുടെ എല്ലാ ഹോസ്പിറ്റൽസിലും നമ്മൾ എക്സ്പോഷർ പ്രോൺ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഓസ്ട്രേലിയൻ റൂൾ. ഇത് ഓസ്ട്രേലിയയിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ ഓവർസീസ് കൺട്രീസും ഇത് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ യെസ് എന്ന് കൊടുക്കുക. അടുത്തതായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് യുവർ രജിസ്ട്രേഷൻ ഈസ് റിന്യൂഡ്, ഡു യു കമ്മിറ്റ് വിത്ത് ഓസ്ട്രേലിയൻ ഗൈഡ്ലൈൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ലിവിംഗ് വിത്ത് ബ്ലഡ് ബോൺ വൈറസ് എന്നുള്ളത്. അവിടെ യെസ് എന്ന് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു പേജിലോട്ട് എൻ്റർ ചെയ്യുകയാണ്, വർക്ക് ഫോഴ്സ് സർവേ എന്നുള്ളത്. ഈ പേജ് ഡൗൺലോഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പം നമ്മൾ റീഫ്രഷ് ചെയ്യാതെ ഇരിക്കുക. ഇതിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് യു ഒബ്റ്റൈൻ യുവർ ഇനിഷ്യൽ ക്വാളിഫിക്കേഷൻ ഇൻ നഴ്സിംഗ്? നമ്മൾ ഓഫ് കോഴ്സ് അതർ ഓവർസീസ് ആണ്, ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡു യു നീഡ് ടു ഒബ്റ്റൈൻ എനി ഫർദർ ക്വാളിഫിക്കേഷൻ ടു ഗെയിൻ രജിസ്ട്രേഷൻ ഇൻ നഴ്സിംഗ് ഇൻ ഓസ്ട്രേലിയ? നോ ആണ് നമ്മുടെ ഓപ്ഷൻ. ലാസ്റ്റ് വീക്കിലെ കുറച്ച് കാര്യങ്ങളാണ് ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അതായത് ഓസ്ട്രേലിയയിൽ നോട്ട് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ലാസ്റ്റ് വീക്കിൽ വൈ വെയർ യു നോട്ട് വർക്കിംഗ് ഇൻ ഓസ്ട്രേലിയ എന്നുള്ളത്, നമ്മൾ വർക്കിംഗ് ഓവർസീസ് ആണ് അല്ലെങ്കിൽ നമ്മൾ റിട്ടയർഡ് ഫ്രം റെഗുലർ വർക്ക്, ഇതിൽ ഏതാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം യെസ് അല്ലെങ്കിൽ നോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വീക്കിൽ നമ്മൾ എന്തെങ്കിലും ആക്റ്റീവ് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് അപ്ലൈ ഫോർ വർക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോബിനെ പറ്റി എൻക്വയറി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അതിൽ നമ്മൾ യെസ് എന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആർ യു ടെമ്പററി റെസിഡൻ്റ് എന്നുണ്ട്, നോ കൊടുക്കുക. നെക്സ്റ്റ് പേജിലേക്ക് പോവുക. അവിടെ നമുക്ക് സമ്മറി ഓഫ് റിന്യൂവൽ കാണാം. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് എൻ്റെ എല്ലാം സമ്മറി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പ്രീവിയസ് പേജസിൽ പോയിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി നമ്മൾ പോകുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനിലോട്ടാണ്. പേയ്മെൻറ്റ് ഓപ്ഷനിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് പോകാം. അപ്പോൾ തന്നെ നമുക്കൊരു ഇമെയിൽ കൺഫർമേഷൻ വരും. പേയ്മെൻറ്റിൻ്റെ ഇൻവോയ്സും അവർ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. പേയ്മെൻ്റ് എല്ലാം ആയതിനു ശേഷം ഒരു വിത്തിൻ 2 hours തന്നെ നമുക്കൊരു ഇമെയിൽ വരും, റിന്യൂഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പോർട്ടലിൽ കയറിയിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അവിടുന്ന് നമ്മുടെ റിന്യൂവൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.